അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശബ്ദമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുഷ്യനു വേണ്ടി പാപീസ തുറന്നതാം ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ചയും നമുക്ക് ഈ സൂം മീറ്റിങ്ങിൽ കൂടി ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരു സാവകാശം കൂടി തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 134ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വളരെ അതിശയമായ രീതിയിൽ, അത്ഭുതമായ രീതിയിൽ ഈ മിനിസ്ട്രി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഈ വേദിയിൽ കൂടി അനേക ദൈവദാസന്മാരുടെയും അനേക സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. എന്നാൽ ഇന്ന് പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു അവരുടെ സാക്ഷ്യമാണ് നാം കേൾക്കുവാനിരിക്കുന്നത്. ഇതിനു മുമ്പ് പ്രിയ സഹോദരന്റെ ഒരു സാക്ഷി നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിച്ചില്ല. അനേക പ്രിയപ്പെട്ടവരും പ്രിയ കർത്തൃദാസനോട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് ദൈവത്തിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഇന്നാണ് ലഭിച്ചത്. അപ്പോൾ ഇന്ന് കർത്താവിന്റെ ദാസൻ സന്തോഷ് മാത്യുവിന്റെ ഒരു സാക്ഷ്യം കേൾക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ഇടയായതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്റെ സാക്ഷ്യത്തിൽ കൂടി അതെല്ലാം പറയുന്നുണ്ട്. ഞാനത് മുതിരുന്നില്ല. ഇന്ന് നമ്മളെ പാട്ടുപാടി സഹായിക്കാൻ വേണ്ടി സഹോദരൻ ഉണ്ണി തോബിയാസും അതുപോലെ സഹോദരി ലിസ ബിജു ബെഹറിനും നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ മൊത്തം 3 ഗാനങ്ങൾ പാടുന്നതായിരിക്കും. അത് ഈ സാക്ഷ്യത്തിന് ഏറ്റവും സഹായകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഇന്നും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവുമാണ് ഈ മിനിസ്ട്രി മുടങ്ങാതെ ഇത്രത്തോളം നടത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം കരുണ കാണിച്ച് നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കാലാവസ്ഥ അനുകൂലമായി ലഭിക്കേണ്ടിയുണ്ട്. അതെല്ലാം പ്രിയ ദൈവനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ മീറ്റിംഗ് തുടങ്ങാം. നമ്മുടെ തലകളെ വണക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നും ഞങ്ങൾക്ക് കാലവരിനാഥ മിനിസ്ട്രിയുടെ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളേവരെയും കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നിങ്ങളുടെ സ്തോത്രം. ഇന്നത്തെ പകൽ കർത്താവെ, ഞങ്ങൾ 1000 സ്ഥലങ്ങളിൽ ഞങ്ങളേവരെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തൊരു വലിച്ച കൃപയ്ക്കായിട്ട് നിങ്ങളുടെ സ്തോത്രം. എല്ലാവിധമായ സന്തോഷം സമാധാനത്തോടു കൂടി കർത്താവെ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കാലാവസ്ഥ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും കർത്താവെ, ഈ പ്രോഗ്രാമിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവെ അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവമേ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരൻ ഉണ്ണി തോബിയാസിനെയും അതുപോലെ സഹോദരി ലിസ ബിജുവിനെ ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക കർത്താവെ പ്രാവശ്യം ഈ വേദിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവർക്ക് ഇടവരുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല അങ്ങയുടെ ദാസൻ സന്തോഷ് മാത്യുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കുടുംബമായിട്ട് കൊട്ടാരക്കരയിൽ താമസിച്ച കർത്താവെ അങ്ങയുടെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവെ നീ അറിയുന്നതിനായിട്ട് എന്നോട് സ്തോത്രം. ആ കുടുംബത്തെ ഇത്രത്തോളം അതിശയമായ രീതിയിൽ വഴി നടത്തിയതിനായിട്ട് എന്നോട് സ്തോത്രം. അങ്ങയുടെ ദാസനെ ദൈവവേലയിൽ ഇത്രത്തോളം ഉത്സാഹത്തോടെ നടത്തുവാൻ തൊക്കണം വലിയവനായ ദൈവമേ നീ ഇടവരുത്തിയതിനായിട്ട് എന്നോട് സ്തോത്രം. അത് പ്രിയ സഹോദരനിൽ നിന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം എന്ന് കേൾപ്പാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമൂലം മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അന്ത്യം വരെയും ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.
നമുക്കിപ്പോൾ ഒരു ഗാനം പാടാം. നിനക്കായി കരുതും അവൻ, നല്ല ഓരി എന്നുള്ള പാട്ട് പ്രിയ സഹോദരി ലിസ ബിജു നമുക്കിപ്പോൾ പാടി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ കാൽവരി മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷയിൽ എളിയോൾക്കും പങ്കാകുവാത്തക്കോണം കർത്താവ് സഹായിച്ചു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരന്മാരിലുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാട്ടിലോട്ട് കിടക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ സർവമഹത്വവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിക്കാം.
കഷ്ടങ്ങളിലും നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. താങ്ക് യു സിസ്റ്റർ ലിസ. വളരെ അർത്ഥമുള്ള വളരെ ഒരു മനോഹരമായ പാട്ടാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്കായി കരുതും ഒരു നല്ല ദൈവം നമുക്കുണ്ട്. സാധാരണ മനുഷ്യർ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളെ കൈവിടുന്നവരാണ്. എന്നാൽ കഷ്ടങ്ങളിൽ നല്ല തുണയായിട്ട് നമ്മുടെ കർത്താവുണ്ട്. അവൻ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. ആ ഒരു ഗാനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കിടവരുത്തി. ഇനിയും ഉണ്ണി തോബിയ സഹോദരൻ പാടുന്ന ഒരു മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്ത് മനോഹരം കർത്താവെ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. അറ്റ്ലാന്റയിലുള്ള കർത്തൃദാസൻ തോമസ് എബ്രഹാച്ചാൻ എഴുതിയ ഒരു മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുവാനിരിക്കുന്നത്. അതിനായിട്ട് പ്രിയ സഹോദരനെ നമുക്ക് ക്ഷണിക്കുന്നു. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻമുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. നിൻമുഖ കാന്തിയെ കണ്ടവരെല്ലാരും തൊൽപാദം തന്നിൽ പണിഞ്ഞിടുന്നു. നിൻമുഖ കാന്തിയെ കണ്ടവരെല്ലാരും തൊൽപാദം തന്നിൽ പണിഞ്ഞിടുന്നു. ഞാനും തിരുമുഖം ആത്മാവിൽ ദർശിച്ചു തൃപ്പാദം തന്നിൽ പിണിടുന്നു. ഞാനും തിരുമുഖം ആത്മാവിൽ
ദർശിച്ചു തൃപ്പാദം തന്നിൽ വിളിയിടുന്നേ. എന്തു മനോഹരം കർത്താവേ നിൻ മുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാം. മൂറിൻ തൈലം പൊഴിക്കുന്ന നിൻ വാക്കുകൾ എത്ര സുരഭില ആശിസ്സുകൾ. മൂറിൻ തൈലം പൊഴിക്കുന്ന നിൻ വാക്കുകൾ എത്ര സുരഭില ആശിസ്സുകൾ. അത്രമേലൻ മനസ്ഫീതമാക്കിയിടുവാൻ തത്തുല്യ വാക്കുകൾ ലില്ലികത്തിൽ. അത്രമേലൻ മനം സ്ഫീതമാക്കിയിടുവാൻ തത്തുല്യ വാക്കുകൾ ലില്ലികത്തിൽ. എന്തു മനോഹരം കർത്താവേ നിൻ മുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻ മുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. കരുണരസരാശ നിൻകായ ഭംഗിയിൽ വെണ്മയോടു ചുവപ്പേകിടുന്നു. കരുണരസരാശ നിൻകായ ഭംഗിയിൽ വെണ്മയോടു ചുവപ്പേകിടുന്നു. സൂര്യകാന്തത്തോടു പത്മരാഗം ചേർന്ന ഉജ്ജ്വല തേജസം മൂർത്തിഭാവം. സൂര്യകാന്തത്തോടു പത്മരാഗം ചേർന്ന ഉജ്ജ്വല തേജസം മൂർത്തിഭാവം. എന്തു മനോഹരം കർത്താവേ നിൻ മുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. എന്തു മനോഹരം കർത്താവേ നിൻ മുഖം ചിന്തുന്ന ശോഭയെ ദർശിച്ചിടാൻ. വളരെ അർത്ഥമുള്ള ഒരു പാട്ടാണ് നാം കേട്ടത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് പ്രിയച്ചാനിക് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇനി ഒരു സ്റ്റാൻസ കൂടിയുണ്ട്. നിങ്ങൾ പ്രിയ അച്ചായൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് ഈ പാട്ടുകളെല്ലാം കേൾക്കുവാൻ സാധിക്കും. അടുത്തതായിട്ട് പ്രിയ സഹോദരി ലീസ ബിജു നമുക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടാനിരിക്കുകയാണ്. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നുള്ള മനോഹരമായ ഗാനം കൂടി കേട്ടതിന് ശേഷം നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാവുന്നതാണ്. പ്രിയ സഹോദരിയെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. എന്റെ ദൈവം എന്നെ പോറ്റുന്നു.
അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഇടുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിടുന്നു. ഇടയനെ പോലെ കരുതിടുന്നു, അമ്മയെ പോലെ വളർത്തിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ കാക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ നോക്കും പോലെ. ആ ചിറകടിയിൽ ആ മറവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. ആ ചിറകടിയിൽ ആ മറവിടത്തിൽ അവനെന്നെ സൂക്ഷിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ ഇടുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ ഇടുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. Praise the Lord. വളരെ മനോഹരമായിട്ട്
ഈ ഒരു പാട്ട് പാടുവാൻ തക്കണം പ്രിയ സഹോദരി ലിസയെ ദൈവം എടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നമ്മുടെ ദൈവം നമ്മളെ പോറ്റുകയും നമ്മളെ കാക്കുകയും മാത്രമല്ല അവന്റെ ചിറകടിയിൽ നമ്മളെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്ന എത്രയോ സന്തോഷകരമായ കാര്യമാണ്. എത്രയോ ആപത്തിൽ എത്രയോ രോഗങ്ങളിൽ കൂടി നാം കടന്നുപോയത്, എന്നാൽ ദൈവം കൈവിടാതെ നമ്മളെ സൂക്ഷിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ ഇന്നും പാടി സ്തുതിക്കുവാൻ തക്കണം പ്രിയ സഹോദരിക്ക് ഇടവരുത്തി. അത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2 ഗാനങ്ങൾ പാടിയ പ്രിയ സഹോദരൻ തോബിയാസിനോടും അതുപോലെ സഹോദരി ലിസയോടും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ധാരാളം പാട്ടുകൾ പാടുവാൻ തക്കണം പ്രിയപ്പെട്ടവരെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേരത്തെ പ്രസ്താവിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ സന്തോഷ് മാത്യു അവരുടെ തന്റെ സാക്ഷ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രോഗ്രാമിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ 2 ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങളോടുള്ള ദൈവനാമത്തിൽ നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രിയ സഹോദരി പാടിയ ആ ഗാനം ഞാൻ അതിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. ചുരുക്കത്തിൽ ആ സെന്റൻസുകളാണ് എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യം. കഴിഞ്ഞ 133 എപ്പിസോഡുകളിൽ ഞാൻ അനേക ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേകൻ എന്നോട് ചോദിച്ചു, ദേവദാസന്റെ ഒരു സാക്ഷ്യം കേൾക്കാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ അന്നും പറഞ്ഞു, വെയിറ്റ് ചെയ്യുക, കുറച്ചുകൂടെ കാത്തിരിക്കുക, കുറച്ചുകൂടെ പോട്ടെ, മുമ്പോട്ട് പോകട്ടെ. എന്നാൽ ഇന്ന് യാദൃശ്യമായി ഇനിയുള്ള സമയം എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ സാക്ഷ്യം പറയാൻ ഈ സമയമൊന്നും പോരാതെ വരും. വളരെ പറയാനുണ്ട്, വളരെ എന്ന് പറഞ്ഞാൽ വളരെ പറയാനുണ്ട്. അതുകൊണ്ട് ഒരു വേദഭാഗം വായിച്ച് ഞാൻ ആ വചനത്തിലൂടെ പോകുമ്പോൾ സാക്ഷ്യവും എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചനയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദൈവവചനം കയ്യിലുള്ള പ്രിയപ്പെട്ടവരെന്ന് എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുമെന്ന് അരുളിച്ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മോശയോട് പറയാണ്, മോശേ, ഞാൻ ചിലത് ചെയ്യാൻ പോകുന്നു, നീ അതിനി കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നീ ബാൽക്കണിയിൽ ഇരുന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നീ കണ്ടോണം. 2 കാര്യങ്ങൾ, ഒരേ വിഷയം 2 തവണ ആവർത്തിച്ചു പറയുന്നു. ശക്തിയുള്ള കൈ, വീണ്ടും പറയുകയാണ് ശക്തിയുള്ള കൈ. അവിടെ 1-ാമത് വായിക്കുന്നു, എന്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കും. എന്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും. ഇവിടെ കർത്താവ് മോശയോട് പറയുമ്പോൾ അവനോട് പറയുന്നൊരു വസ്തുതയുണ്ട്. ഇനിയും ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. നീ എന്റെ കൽപ്പന പ്രകാരം നിന്നാൽ മതി, പ്രവർത്തിക്കുന്നത് മുഴുവനും ഞാൻ തന്നെ ആയിരിക്കും. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ ശക്തിയുള്ള കരം പ്രവർത്തിക്കാൻ. 1981 മെയ് മാസമാണ് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ജനിച്ച സമയത്ത് തന്നെ ചില പ്രയാസങ്ങൾ നേരിട്ട് വളരെ അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ വളരെ പ്രതിസന്ധിയിലൂടെ പോയപ്പോൾ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ, ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ദൈവത്തിന്റെ ശക്തിയും കൃപയും അനുഭവിച്ചു വന്നു. എലന്തൂർ പരിയാരം അസംബ്ലിയോടുള്ള ബന്ധത്തിലായിരുന്നു ഞങ്ങളുടെ കുടുംബ സഭയായിട്ട് മുമ്പോട്ട് പോയത്. സഹോദരിമാരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പോകുമ്പോൾ, ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഞാനും എൻ്റെ അനിയനും മിക്കവാറും ഞങ്ങളെ കൊണ്ടുപോകും. അവരനേക സമയം ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ മിക്കവാറും ആ മീറ്റിംഗിൽ ഇരുന്ന് ഉറങ്ങുകയാണ് നമ്മുടെ പരിപാടി. കാരണം പ്രാർത്ഥനയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തമില്ല, കൊച്ചു കുഞ്ഞുങ്ങളാണ്. 1995 കാലഘട്ടങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിപ്പാനിടയായി. കർത്താവിൻ്റെ ദാസൻ കെ ജോർജ്, ഇവാഞ്ചലിസ്റ്റ് കെ ജോർജ് പരിയാരം
ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വ്യക്തമായി സുവിശേഷം അറിയിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിപ്പാനിടയായി. അതിനുശേഷം ഏതാണ്ട് ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഏതാണ്ട് 1997 കാലഘട്ടങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു കൽപ്പിച്ചതുപോലെ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയായി. കൊഴിഞ്ചേരി പമ്പാ നദിയിൽ കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രാർത്ഥനയും ആഗ്രഹവും പ്രകാരം ദൈവം അതിനുള്ള കൃപയൊരുക്കി വിശ്വാസ സ്നാനം സ്വീകരിപ്പാനിടയായി. അതിനുശേഷം ദൈവവചനം പഠിച്ച് കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുവാനിടയായി. ഇപ്പോൾ ഏതാണ്ട് 25-26 വർഷം കർത്താവിൻ്റെ വേലയിൽ തുടരുവാൻ ദൈവം ഇടയായിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ആ നിലയിൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിനെ പ്രാർത്ഥിച്ച് ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ ആ സമയം മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും, പ്രത്യേകിച്ച് സഹോദരിമാരാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവര് കണ്ണുനീരോടെ നന്നായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ അന്നു മുതൽ അനേക ഗ്രന്ഥങ്ങൾ വായിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ജോർജ് മുളുടെ ഒരു അനുഭവം ഞാനിങ്ങനെ ചിന്തിച്ചു. തന്റെ മാതാവിനോട് ചോദിക്കുകയാണ്, അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മ കുഞ്ഞിനോട് പറയും, അത് ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല, കുറെ കാലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. അതുപോലെ ആയിരുന്നു എൻ്റെ അമ്മയും പറയുന്നത്. കരഞ്ഞു പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. അതിന്റെ നന്മ വരുന്ന വർഷങ്ങളിൽ, കാലങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാകും. എന്നാൽ ആത്മീയമായി അല്പമൊക്കെ ഒരു താല്പര്യം എന്നുള്ളതല്ലാതെ അതിൽ വലിയ താല്പര്യമൊന്നും അന്നുമില്ലായിരുന്നു. വളർന്നു വരുമ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിൽ, നാരങ്ങാനം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ പല ദൈവദാസന്മാരും കവലപ്രസംഗവുമായിട്ട് കടന്നു വരും. അവർക്ക് മൈക്കൊന്നുമില്ല. ആ ജംഗ്ഷനിൽ ഒരു കടയുടെ തിണ്ണയിൽ അവർ നിന്ന് പ്രസംഗിക്കും. എന്റെ മനസ്സിൽ ചിന്തിക്കും, ഇവർക്ക് വേറെ ഒരു പണിയില്ലേ? ഇവർ പോയി എന്തെല്ലാം ജോലി ചെയ്യാം, ഈ കടയുടെ തിണ്ണിൽ വന്ന് പ്രസംഗിക്കും. ഇവിടെ ആരാ ശ്രദ്ധിക്കാനുള്ളത്? പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വസ്തുതയുണ്ട്, പണത്തിന് വേണ്ടി ആയിരിക്കും, ആരെങ്കിലും പൈസ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ എൻ്റെ അമ്മ ഒരു 50 രൂപയോ 100 രൂപയോ എൻ്റെ കയ്യിൽ തന്നിട്ട് പറയും, ആ ദൈവദാസന്റെ പോക്കറ്റിൽ നീ വെച്ച് കൊടുത്തിട്ട് വരണം. അപ്പൊ ഞാൻ ചോദിക്കും, അമ്മയ്ക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്? ഒരു പരിചയവുമില്ല. അതൊരു ദൈവദാസനാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസനാണ്, കൊണ്ടു കൊടുത്തിട്ട് വരണം. അത് കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയും, ദൈവദാസ നിർത്തിയാരും, മതി, ഇനി പൊക്കോ, ഇനി ഇവിടെ വരരുത് എന്ന് ചെവിയിൽ ഒന്ന് പറഞ്ഞിട്ട് വരും. കാരണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ ആ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ കാണും. എനിക്കത് ഏതാണ്ട് വലിയൊരു നാണക്കേട് പോലെ തോന്നുന്നേ. അപ്പോ ഞാൻ അവരോട് പറയും, ഇവിടെ നിൽക്കരുത്, ഇനി പൊക്കോണം, ഇനി ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എൻ്റെ മനസ്സിൽ അതൊരു വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് കർത്താവിന്റെ വചനം വായിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങിയ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരെ കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, അവരൊക്കെ എന്തിനാണ് ഇത്രമാത്രം കഷ്ടത കർത്താവിന് വേണ്ടി അനുഭവിച്ചത്? അവരെന്തിനാണ് ഇത്രയും അടികൾ കൊള്ളേണ്ടി വന്നത്? ഒക്കുന്ന സമയം പറ്റുന്നത് പോലൊക്കെ സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞാൽ മതിയല്ലോ. ഇത്രമാത്രം കഷ്ടത അനുഭവിച്ച് ചെയ്യേണ്ട കാര്യം എന്താ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. വലിയ അറിവൊന്നും വചനത്തിലില്ല എങ്കിലും കാണുന്ന ദൈവദാസന്മാരോടൊക്കെ ചോദിക്കും, ഈ സംശയങ്ങളൊക്കെ ചോദിക്കും. അവര് പറയും, ആ അപ്പോസ്തലന്മാർ അത്രമാത്രം അടികൊണ്ട് ഉപദ്രവങ്ങളേറ്റ് കഷ്ടത അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്ന പോലെ അനേക സഭകൾ രൂപപ്പെട്ടത്, അനേക കുടുംബങ്ങൾ കർത്താവിനെ അറിയാനായിട്ട് ഇടയായത്. എന്റെ അറിവ് വെച്ച കാലം മുതൽ അനേകർ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, വളർന്നു വരുമ്പോൾ നീ ഒരു ദൈവദാസനാകണം. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സെന്റൻസ് അതായിരുന്നു, വേറെ എന്തായാലും അതാകണ്ട. കാരണം ഇതുപോലൊക്കെ കവലയിൽ നിന്ന് പ്രസംഗിച്ച് വല്ലവരും വഴക്ക് പറയുകയും ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയും വടികൊണ്ട് കല്ലെറിഞ്ഞ് ഓടിച്ചു വിടുകയും ചെയ്യുന്ന ഒരു അനുഭവം എന്തായാലും വേണ്ട. ഒരു ജോലി കിട്ടി, ജോലിയോടുകൂടെ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് ഇഷ്ടം മറ്റൊന്നായിരുന്നു. അത് വേറൊരു കാര്യം. ഞാൻ ആന്ധ്രയിലെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അവിടെ ചെയ്യും. അവിടെയുള്ള സഭയുടെ ഫിലിം ഷോയ്ക്കൊക്കെ പോകും. അവിടെയൊക്കെ പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രമൊക്കെ കാണുമ്പോൾ പലരും വന്ന് എൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാകില്ല, ഇവരെന്തിനാ എൻ്റെ മുമ്പിൽ വന്നിങ്ങനെ കൈകൂപ്പിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറയും, അവര് ചിന്തിച്ചു ഈ ജീസസ് എന്ന പടത്തില് അഭിനയിച്ച നായകൻ നമ്മളായിരിക്കും, കാരണം ഉള്ളതിൽ ഇച്ചിരി വെളുത്തിട്ട് ഞാനൊക്കെയാണ്. അവർ ചിന്തിക്കുന്നു. ഞാൻ നേരം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തിലുണ്ടോ? എന്നെ ആദ്യമായിട്ട് ചിന്തിപ്പിച്ചൊരു വസ്തുതയാണ്. ഞാൻ അന്ന് മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു വസ്തുതയുണ്ട്, കർത്താവേ, എൻ്റെ രാജ്യത്തില് യേശു എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടാകരുത്. അവരോട് യേശു ആരാണെന്ന് പറയാൻ ദൈവം കുറച്ചുപേരെയൊക്കെ അയക്കണം. അപ്പോൾ യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്കെന്തുകൊണ്ട് പോയിക്കൂടാ?
അപ്പോൾ ഞാൻ മോശയെ പോലെ ഞാൻ മറുപടി പറയും, കർത്താവേ എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ അവിടെ ചെന്ന് എന്തോ പറയാനാ? ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ എൻ്റെ വായിലൊന്നും വരികയില്ല. മാത്രമല്ല അവരടിക്കുമ്പോൾ ഞാൻ നിന്ന് കൊള്ളും, അത് വലിയ പ്രശ്നമാകുന്നതുകൊണ്ട് കർത്താവേ എന്നെ വേണ്ട, മറ്റുള്ള ആരെങ്കിലും നിനക്ക് അയക്കും. ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ ആ ജോലിയിൽ തുടർന്ന സന്ദർഭത്തിൽ പലതവണ ദൈവത്തിന്റെ വചനത്തിലൂടെ വായിക്കുന്നതെല്ലാം ആശയമുള്ള വചനങ്ങളായിരിക്കും. ഒടുവിൽ എൻ്റെ കൈയുടെ ഒരു ഭാഗം ജോലിക്കിടയിൽ മുറിവ് സംഭവിച്ചു, അത് പഴുത്തു, വലിയ വിഷയമായി തീർന്നു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ പറഞ്ഞു അത് വിരല് മുറിച്ചു കളയേണ്ടി വരും, കാരണം അതുപോലെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ വലിയ വിപത്താണ്. മുകളിലേക്ക് ആ പഴുപ്പ് കയറിയാൽ മുകളിലോട്ട് ചിലപ്പോൾ മുറിച്ചു കളയേണ്ടി വരും. ഞാൻ അവിടെയുള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എൻ്റെ മാനേജരോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇവിടെ ഹോസ്പിറ്റലുണ്ട്, നമുക്കിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, എനിക്ക് നാട്ടിൽ പോയി ചെയ്യാം. നാട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, പോയി എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പെട്ടെന്ന് ഇവിടെ മടങ്ങി വരണം. കാരണം ഈ കമ്പനിയിൽ അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനായ ഒരു മനുഷ്യനായിരുന്നു, വളരെ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനായിരുന്നു. ആകെപ്പാടാ കമ്പനിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും വിൽസൺ എന്ന് പറഞ്ഞ യജമാനും ഞാനും മാത്രം. ഞങ്ങളുടെ ഭാഷ മറ്റതാണ്. അതായത് വിൽസൺ എന്ന് പറഞ്ഞ യജമാന് തമിഴ് ഭാഷയാണ്, ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി ആന്ധ്ര ഭാഷയാണ്, ഞാൻ മലയാളിയാണ്. ഞങ്ങളുടേതായ ഭാഷയിൽ പ്രാർത്ഥിക്കുമെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് താങ്കൾ പോയാലും തിരിച്ചു വരണം. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ദൈവദാസനോട് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ടായി. അദ്ദേഹവും പറഞ്ഞൊരു വസ്തുതയാണ്, ദൈവം കർത്താവിന്റെ ദാസനെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ പിടി കൊടുക്കാത്തത് കൊണ്ട് ചില അനുഭവങ്ങളിലൂടെ പോകുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കർത്താവെ നീ എന്നെ വിളിക്കുന്നെങ്കിൽ ഐ ആം റെഡി എന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്കുക. ഞാൻ നാട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവെ നീ എന്നെ വിളിക്കുകയാണെങ്കിൽ, ശരിയായി വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെടാം. സത്യം പറഞ്ഞാൽ ആ സമയം മുതൽ ആ കൈയുടെ പഴുപ്പ് കുറയാൻ തുടങ്ങി, വേദന കുറയാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാം. അങ്ങനെ വേദന കുറഞ്ഞു, ആരോഗ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനടുത്ത് വീണ്ടും ഒരു ഷോപ്പുണ്ട്. ഞാൻ വെൽഡിംഗ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വെൽഡിംഗ് ഷാപ്പിൽ ചെന്ന് വീണ്ടും പണി ആരംഭിച്ചപ്പോൾ വീണ്ടും കൈ പഴുക്കാനായിട്ട് തുടങ്ങി. വീണ്ടും വലിയ വേദനയും പ്രയാസമുണ്ടായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു പോകുന്നത് ഒരിക്കലും നല്ലതല്ല. പക്ഷെ എൻ്റെ ഒരു വാശി, ദൈവം എന്നെ വിളിക്കാതെ ഞാൻ ഈ പ്രവൃത്തിക്ക് ഇറങ്ങുകയില്ല. അനേക അനുഭവങ്ങൾ എന്നോട് ചേർത്ത് പറയേണ്ടതുകൊണ്ട് ഞാൻ ഓടിച്ച് കടന്നു പോകാം. ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബൈബിളിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞു, കുമ്പനാട് 10 മാസത്തെ ഒരു ക്ലാസ് ഉണ്ട്, നീ ഒന്ന് പഠിക്കണം. അതുകൊണ്ട് സുവിശേഷമല്ല ചെയ്യണം എന്നല്ല, നീ ഒന്ന് പഠിക്ക്, വചനം എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പഠിക്ക്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ദൈവദാസന്മാർ അനേകർ, ഒരുപക്ഷെ പലരും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു, അനേകർ അവിടെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ലൈഫാണ് പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കുന്നു, താങ്കളെ എങ്ങനെയാണ്, അല്ലെങ്കിൽ സാറിനെ എങ്ങനെയാണ് ദൈവം വിളിച്ചത്, അതെങ്ങനെ മനസ്സിലാക്കി? ഞാൻ ഈ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവരുടെ റൂമിൽ എന്നെയും കൊണ്ടുപോയി പ്രാർത്ഥിക്കും, ദൈവമേ ഈ മകനെ ദൈവം വിളിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം വ്യക്തമായിട്ട് വിളിക്കണം. ഈ കോഴ്സ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ദൈവം ആ ബോധ്യം അവിടുന്ന് കൊടുക്കണം. അങ്ങനെ അനേക ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അവിടെ കൺവെൻഷൻ നടന്ന സമയത്ത് വലിയൊരു ജനക്കൂട്ടമാണ്. നമുക്കറിയാം കുമ്മനാട് കൺവെൻഷൻ എന്ന് പറയുന്നത്. അന്ന് ആത്മപ്രകാശിനിയുടെ ഒരു ഓഫീസുണ്ട്. അതുകൊണ്ട് കൺവെൻഷനും കൂടെ തുടങ്ങി പ്രസംഗം തുടങ്ങുമ്പോഴാണ് ഞാൻ ആ പന്തലിലേക്ക് ചെല്ലുക. അവിടെ ഒന്നും സീറ്റില്ല. ഏറ്റവും പുറയിലുള്ളൊരു മതിലിന്റെ പുറത്ത് ഞാൻ വെറുതെ ചാരിയിരുന്നു. അന്ന് ജോൺ കുര്യൻ, കർത്താവിന്റെ ദാസൻ ജോൺ കുര്യൻ മെസ്സേജ് പറഞ്ഞ അവസാന സമയത്ത് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞൊരു ആശയം, വെന്ത് തകർന്നു കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കർത്താവിന് വേണ്ടി ചിലരെ നേടുവാൻ, ഇനിയും ഈ പന്തലിന് കീഴിൽ ചിലരെ വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത്രമാത്രം വലിയ ലൈറ്റുള്ള സ്റ്റേജ്. അവിടെ നിന്ന് പുറകോട്ട് നോക്കിയാൽ ഏതാണ്ട് ഭാഗികമായി ഇരുട്ടുള്ള ആ ഏറ്റവും പുറകിലത്തെ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാൽ പോലും എന്നെ അദ്ദേഹം കാണുകയില്ല. പക്ഷേ അദ്ദേഹം ഒരു ആഹ്വാനം നൽകി, ഇനിയും ഈ പന്തലിന് കീഴെ കർത്താവിന് വേണ്ടി വേലക്കിറങ്ങുവാൻ ചിലരുണ്ട്. അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സംശയത്തോടെ നിൽക്കുന്നു. അതായത് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് വന്നത് എൻ്റെ ലൈഫാ. ഞാൻ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എന്താണ് ആഗ്രഹിച്ചത്, അത് തന്നെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. എൻ്റെ പുറയിൽ ആരുമില്ല, എൻ്റെ പുറയിൽ താഴെ കുഴിയാണ്, മറ്റാരുമില്ല. പക്ഷേ എൻ്റെ പുറയിൽ നിന്ന് ആരോ എന്നെ ഉന്തി എഴുന്നേൽപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. അന്ന് ഞാൻ ആ കൺവെൻഷന് എഴുന്നേറ്റ് നിന്നു. കർത്താവിന്റെ ദാസൻ ആ ഫ്രണ്ടിൽ നിന്ന് എന്നെ കണ്ടു. ഏറ്റവും പുറകില് ഒരു മകന് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അടുത്ത സെന്റൻസ് അദ്ദേഹം പറഞ്ഞത്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ അദ്ദേഹം സമർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, അത് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? അദ്ദേഹത്തോട് ആര് പറഞ്ഞു? ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. എന്നാൽ അന്ന് എനിക്ക് ബോധ്യമായി, കർത്താവ് എന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുക. ഇങ്ങനെ അനേക എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഒന്നും പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എന്നാൽ
എൻ്റെ വിവാഹത്തിന് തൊട്ട് മുമ്പ് ഏകദേശം 10 വർഷം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും പ്രവർത്തന മേഖലകളെക്കുറിച്ചും ഞാൻ ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം ദൈവവചനം പഠിക്കുന്ന കാലഘട്ടത്തിൽ പത്തനംതിട്ട ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ദൈവദാസന്മാർ അനേകർ ക്ലാസ് എടുക്കുമ്പോൾ കൂടെ പറയുന്നൊരു വസ്തുതയുണ്ട്. ഭാവിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് നിങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ഭാര്യ ആകാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ ആ കാലഘട്ടം മുതൽ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവമേ, എനിക്ക് നീ ഒരു ജീവിതം തരുന്നെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ നീ എന്നെ ഇടയാകരുത്. മറ്റുള്ളവരുടെ അപേക്ഷ മൂലം അല്ലെങ്കിൽ അവരുടെ സഹായം മൂലമാകരുത്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരണം. എന്നാൽ ഞാൻ ഈ വേദഭാഗത്തോട്ട് വീണ്ടും വരട്ടെ. ഈ 6-ാം അധ്യായത്തിൽ വലിയവനായ ദൈവം പറയാം, മോശേ, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നീ ഇരുന്ന് ഞാൻ ചെയ്യുന്നത് കണ്ടോണം. എൻ്റെ ശക്തിയുള്ള കരം നിന്നിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. എന്നെ അന്നും ഇന്നും ചിന്തിപ്പിച്ചൊരു വസ്തുത, കർത്താവേ, ഞാൻ നിന്റെ വേല വചനം പഠിച്ച് ചെയ്യാനായിട്ട് പോകുകയാണ്. ഞാൻ ചെയ്യുമ്പോൾ നീ പ്രവർത്തിക്കണം. കർത്താവ് പ്രവർത്തിക്കണം. അങ്ങയുടെ ശക്തിയുള്ള കരം എൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കണം. ഞാൻ ആഗ്രഹിച്ചൊരു വസ്തുത ഏതാ? വിവാഹ ജീവിതത്തിലേക്ക് 2006 കടന്നു വരുമ്പോൾ എങ്ങനെ, എന്ത് എന്നെനിക്കറിയില്ല. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങളോ മറ്റു വ്യക്തികളോട് ചോദിച്ച അനുഭവങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ കുടുംബജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു വസ്തുത, ഞാൻ കർത്താവിന്റെ വേലയാണ്. ഒരു നീക്കിയിരിപ്പ് എൻ്റെ പക്കലില്ല. പറയത്തക്ക അഭിമാനങ്ങളോ അല്ലെങ്കിൽ പറയത്തക്ക സേവിങ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. കർത്താവെ, ഒഴിഞ്ഞ കൈയുമായിട്ടാണ് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത്. എനിക്ക് തുണയായി അവിടുന്ന് തരുന്ന വ്യക്തി എന്നേക്കാൾ കൂടുതൽ ആത്മീയമായ താല്പര്യത്തിലും സമർപ്പണത്തിലും ഉണ്ടാകണം. ഞാനിന്ന് പറയാം, തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് നോക്കിയാൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, കണ്ണുനീര് എൻ്റെ ജീവിതത്തിൻ്റെ ആത്മീയ പുരോഗതിക്ക് വളരെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അനേക ദൈവദാസന്മാർ, പാസ്റ്റർമാര്, അച്ഛന്മാര്, അങ്ങനെയുള്ള അനേകര് എന്നെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വസ്തുത, ഇദ്ദേഹം ഒരു കർത്താവിന്റെ ദാസനാകും, അനേക സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടും. പലപ്പോഴും പല വ്യക്തികൾക്ക് വേണ്ടി പ്രസംഗമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പല സഭാ വിഭാഗങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവർ പറയും, ദേവദാസ, എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന്, പ്രിയപ്പെട്ടവർക്കൊരു രോഗമുണ്ട്, ദേവദാസനൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരും, ഈ എങ്ങാനും നീ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് രോഗം സൗഖ്യമായില്ലെങ്കിൽ ആകെ വിഷയമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്തോണം. പറയത്തക്ക വിശ്വാസം നിനക്കുണ്ടോ? കർത്താവ് പറഞ്ഞു, വിശ്വാസം ഉണ്ടെങ്കിൽ മല പോലും നീങ്ങിപ്പോ. അത്രയും വിശ്വാസം നിനക്കുണ്ടോ? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഭയം, ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഒരു അശുജീവിയാണ്, ഒന്നുമല്ലാത്തൊരു വ്യക്തിയാണ്. കർത്താവെ, അവിടുന്ന് സൗഖ്യം കൊടുക്കണം. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വലിയ സൗഖ്യമുണ്ടായി, ഒരു അത്ഭുത രോഗസൗഖ്യമുണ്ടായി. ഞാൻ ദൈവത്തോട് സ്തോത്രം ചെയ്യും, കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങ് കേട്ടല്ലോ. ഞാൻ അതൊരു ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമോ? അന്ന് എൻ്റെ അമ്മയുടെ കാലിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വിരലിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനേക നാളുകളായിട്ട് അമ്മ വേദനപ്പെട്ട് പഴുത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരു വസ്തുത. അന്ന് ഞാൻ അത് ഇച്ചിരി ഉപ്പൊക്കെ തളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, അവിടുത്തെ ആണിപ്പഴുതുള്ള കാര്യം പ്രവർത്തിക്കണം, അവിടുന്ന് സൗഖ്യം കൊടുക്കണം. ഞാൻ വീട്ടിലല്ലേ, അപ്പൊ ആരും കളിയാക്കാനില്ല, പരിഹസിക്കാനില്ല. ദൈവം കേൾക്കുമോ, മറുപടി തരുമോ എന്നറിയാം. എന്നാൽ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് സൗഖ്യമായെന്ന് കണ്ടപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, ഞാൻ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ദൈവവചനം വായിക്കുമ്പോൾ വചനത്തിൽ എഴുതിയിരിക്കും, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ പിന്നെയും ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ എന്താണ് അവിശ്വാസം ഉണ്ടാകുന്നത്? അവിശ്വാസം ഉണ്ടാകുന്ന മറ്റൊന്നുമല്ല, സംശയമാണ്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. ഞാൻ പിന്നീട് പ്രാർത്ഥിക്കും, കർത്താവെ, ഈ സംശയം മാറ്റിത്തരണം, ദൈവം പ്രവർത്തിക്കണം. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കടന്നു ചെല്ലാനായിട്ടിടയായി. വയനാട്ടിൽ ചില വർഷങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. അവിടെ പല പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ മധ്യത്തിലെ പല ദൈവദാസന്മാർ കൂടെ പ്രവർത്തിക്കാനൊക്കെ ഇടയായി. വ്യക്തിപരമായി പല വ്യക്തികളോട്, പല രീതിയിലുള്ള വ്യക്തികളോട് സുവിശേഷം പറയാനായിട്ടിടയായി. അവരൊക്കെ ചോദിക്കും. ചില ചോദ്യങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളായിരിക്കും. ഞാൻ വീട്ടിൽ വന്നിരുന്ന് പഠിക്കും, തിരിച്ച് എന്ന് മറുപടി പറയും, അവരോട് സംസാരിക്കും. അന്ന് എനിക്ക് മനസ്സിലായി, സുവിശേഷ പ്രവർത്തനത്തിൽ ഏറ്റവും ഗുണകരമായൊരു പ്രവർത്തനം ആളാമ്പ്രതിയുള്ള സുവിശേഷ വേലയാണ്.
ഹൗസ് വിസിറ്റിംഗ് അല്ലെങ്കിൽ വ്യക്തിപരമായി കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിക്കുക. ഞാൻ എൻ്റെ കർത്താവിനോട് പറയും, കർത്താവെ, ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സ്റ്റൈല് അങ്ങ് എനിക്ക് തരണം. എങ്ങനെ സംസാരിക്കണം? ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കോപിക്കരുത്, ഇഷ്ടപ്പെടാതിരിക്കരുത്, അങ്ങ് കേൾക്കണം, അത് അദ്ദേഹം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാനൊരു വസ്തുത പറയട്ടെ. ദൈവസന്നിധിയിൽ ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില വസ്തുതകൾ ഞാൻ പറയട്ടെ. ഒന്ന്, ദൈവം തൻ്റെ മക്കളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായ ഒരു വസ്തുത. അതായത് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നോട്ടം ഒരിക്കൽ പോലും എൻ്റെ മുഖത്ത് നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റുകയില്ല. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഞാനും നിങ്ങളുമെങ്കിൽ, സ്നേഹിത, പ്രിയ സഹോദരി, സഹോദര, ദൈവത്തിന്റെ 2 കണ്ണുകൾ നിങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെല്ലാം ചിന്തിക്കുന്നത് ദൈവം കാണുന്നില്ല, അറിയുന്നില്ല, എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല, എൻ്റെ കഷ്ടത അറിയുന്നില്ല. അല്ല, ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ, ഞാൻ പറഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, എന്നെ ദൈവം കാണുന്നുണ്ട്. അത് രാത്രിയിലും കാണുന്നുണ്ട്, പകലും കാണുന്നുണ്ട്. ഒരിക്കൽ വയനാട്ടില് ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് കിടക്കുകയാണ്. ഉച്ചയ്ക്ക് ജനൽ തുറന്നിട്ടിട്ടുണ്ട്. അവിടെ ഈ കാപ്പിയുടെ തൈ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ സുഖമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. കാരണം വളരെ കഷ്ടപ്പെട്ട് നടന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് വന്നത്. അല്പനേരം കഴിഞ്ഞപ്പോൾ കയ്യിലൊരു സ്മെല്ല് എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ എല്ലാം നോക്കി, കയ്യിലൊരു ഈ ഒച്ച പോയതുപോലെ ഒരു പാടുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ്. ഞാൻ ആ റൂമിലെല്ലാം നോക്കിയപ്പോൾ ഒരു വലിയ വിഷമുള്ള ഒരു പാമ്പ് ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ചുരുണ്ടിരിപ്പുണ്ട്. അതായത് ആ ഇലയുടെ കയറി, ആ ജനലിൽ കൂടെ കയറി, അത് ആ കട്ടിലിൽ കയറി, എൻ്റെ കാലിൽ കൂടെ കയറി, ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ കൂടെ കയറി, എൻ്റെ തലയുടെ മുഖത്തിൻ്റെ അടുത്തൂടെ അത് ആ തറയിൽ ഇറങ്ങി അവിടെ ചുരുണ്ടുകൂടിയിരിക്കുക. ഞാൻ അന്വേഷിച്ചത് ഏത് പാമ്പാണെന്നറിയില്ല. ഞാൻ അന്വേഷിച്ചും പറഞ്ഞു, വളരെ അപകടകരമായ ഒരു സാധനമാണ്. ഞാനിങ്ങനെ ദൈവത്തോട് സ്തോത്രം ചെയ്തു. ആ പോകുന്ന വഴിയിൽ, എൻ്റെ ശരീരത്തിലൂടെ കയറി പോകുന്ന വഴിക്ക് അതിനങ്ങ് തോന്നി, ഇവനെ ഒന്ന് കൊത്തിയേക്കാം എന്ന് തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മൊമെന്റിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കും. ഞാൻ അതുകൊണ്ടാണ് പറയാൻ ആഗ്രഹിച്ചത്, ദൈവം എപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്ത് സംഭവിക്കണം, എന്ത് സംഭവിക്കരുത് എന്ന് ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയാൻ കഴിയും. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. 2, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കണ്ടതും മനസ്സിലാക്കിയതും ഒരു വസ്തുത പറയാം. ദൈവം ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്. നോക്കുക, ഈ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ നോക്കുക, അവിടെ എഴുതിയിരിക്കുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്താണെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയിൽ നിന്ന് ഉദ്ധരിച്ച് അവരെ അടിമയിൽ നിന്ന് വിടുവിക്കും, നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഇവിടെ ദൈവം മോശയിലൂടെ ഇസ്രായേലിനോട് പറയാണ്, ഞാൻ ഇസ്രായേലിനെ കൈകൊണ്ട് വീണ്ടെടുക്കുമെങ്കിലും ഞാൻ അവർക്ക് ശിക്ഷാവിധി കൊടുക്കും. ദൈവം നമുക്ക് ശിക്ഷാവിധി തരും, നമ്മെ ശിക്ഷിക്കും. എന്തിനു വേണ്ടിയാ? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വസ്തുത ഏതാ? ഞാൻ ചെയ്യുന്ന ഒരു ചെറുതോ വലുതോ ആയൊരു ചിന്ത, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നിയ കാര്യം ആണെങ്കിൽ പോലും അത് തെറ്റെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണം, ഇത് ന്യായവിധിക്ക് അർഹമായ ഒരു കാര്യമാണ്, ചിന്തയാണ്, അനാഗ്രഹമാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ വന്ന് കരയാനായിട്ടിടയാം. കാരണം ദൈവം ശിക്ഷ നൽകുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ആരും കാണുന്നില്ല എന്ന് ചിന്തിക്കും, ദൈവം കാണുന്നു, ദൈവം നമ്മെ ശിക്ഷ വിധിക്കും. 3, ദൈവം നമ്മുടെ അപേക്ഷകൾ കേൾക്കും. ഞാൻ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയൊരു വസ്തുതയാണ്. എന്ത് തന്നെ ആയിരുന്നാലും ദൈവം അപേക്ഷ കേൾക്കും. കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും, അത് എന്തെന്നുള്ള മലയാളത്തിൽ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഏത് കാര്യങ്ങൾ, വാട്ട് ഓൾ തിങ്സ്, നിങ്ങൾ ഏത് വിഷയങ്ങൾ ചോദിച്ചാലും ഞാൻ തരും. എന്നാൽ അനാവശ്യമായി അഹങ്കരിക്കാൻ ദൈവം തരികയില്ല. ഞാൻ ഓർക്കുന്നു, വയനാട്ടിൽ എൻ്റെ വൈഫിന് ശരീരത്തിന് ചില പ്രയാസങ്ങൾ നേരിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നു. അന്ന് ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല, വളരെ തുച്ഛമായ ചില്ലറ പൈസകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ സ്പോൺസേഴ്സ് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടം. ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കാണിച്ചു, മരുന്നിന് കുറിപ്പിട്ട് തന്നു. ഞാൻ ചോദിച്ചു, ഇതിന് എത്ര തുകയാകും? അതിന് 1400-1500 രൂപയുടെ അടുത്ത് ആവും. എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല. ഞാൻ വളരെ ഭയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുമായിട്ട് വൈഫിനെ അവിടെ ഇരുത്തി ഞാൻ റോഡിൽ ഇറങ്ങി മുമ്പോട്ട് നടന്നു. എങ്ങോട്ടെന്നില്ല, ഞാൻ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. 1-2 കിലോമീറ്റർ ഞാൻ നടന്നു. എങ്ങോട്ടാ പോണേന്ന് അറിഞ്ഞൂടെ. എൻ്റെ മനസ്സിലെ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, ഈ ബില്ല് എനിക്ക് അടയ്ക്കണം,
എനിക്ക് ആ മരുന്ന് വാങ്ങണം, എനിക്ക് വേറെ ഒരു മാർഗവും എനിക്കില്ല, എന്നെ ഈ വയനാട്ടിൽ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് പണം തരണം, ഞാൻ എത്ര ദൂരം നടന്നു എന്ന് അറിഞ്ഞുകൂടാ. നടന്ന് ഞങ്ങളുടെ സ്ഥലം സഭയുടെ അവിടെ വന്നപ്പോൾ സഭയിൽ കൂടുന്ന ഒരു അച്ചാനെ കണ്ടു. അദ്ദേഹം അങ്ങനെ ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അവിടെ നിർത്തിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങൾ കൊണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല, ഇപ്പോഴാ കണ്ടത്. അദ്ദേഹം ഒരു 2000 രൂപ എൻ്റെ കയ്യിൽ എടുത്തു തന്നു. ഞാൻ ചോദിച്ചു, എന്താ വെച്ചാ ഇത് തരാഞ്ഞിട്ട് കഴിഞ്ഞ രാത്രി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ചിന്തിച്ചു, ഇന്ന് കൊടുക്കാം. അതായത് എനിക്ക് ആവശ്യമായിരുന്ന സമയത്ത്, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ആവശ്യമായതിലും അല്പം കൂടുതൽ പണം ദൈവം എനിക്ക് കൊണ്ടുതരുവാൻ കർത്താവ് അദ്ദേഹത്തെ ഒരുക്കി. ഞാൻ വേറൊരു വഴി കൂടെ നടന്നു പോയിരുന്നെങ്കിൽ കിട്ടുമോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം എന്നെ അതിലൂടെ നടത്തി. ഞാൻ ആ പേപ്പറുമായിട്ട് ആ പണം തന്ന് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഓടി ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് വാങ്ങിച്ച് ഞാൻ മടങ്ങി വന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുക, ദൈവം പ്രാർത്ഥന കേൾക്കും. ഞാൻ പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഞാൻ വാഹനം ഓടിച്ചു വരുന്നു, വാഹനത്തിലെ പെട്രോൾ തീർന്നു. ആ പെട്രോൾ അടിക്കാൻ എൻ്റെ പൈസ ഇല്ല. ഞാൻ വാഹനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക, ദൈവമേ എനിക്ക് പണം കിട്ടണം, എനിക്ക് ഈ വാഹനത്തിൽ പെട്രോൾ അടിച്ച് എൻ്റെ ഭവനത്തിൽ പോകണം, ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. എനിക്ക് വേറൊരു മാർഗമില്ല, വാഹനത്തിൽ ഇരിക്കുക, വാഹനത്തിനകത്ത് എന്തായാലും വരാൻ വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് ഇത് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു സൗണ്ട് കേട്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പെട്രോൾ അടിക്കാനുള്ള പണം, അല്ലെങ്കിൽ അല്പം കൂടെ കൂടുതൽ, ആരോ ഒരു സഹോദരൻ, പിന്നീട് മനസ്സിലായത് ആരാണ്, അദ്ദേഹം എനിക്ക് അതിനകത്ത് അയച്ചു തന്നു. എങ്ങനെ ദൈവത്തിന് തോന്നി. മറ്റൊരു സന്ദർഭത്തിൽ എൻ്റെ വീടിന്റെ വാതിൽക്കൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഒരു തുക തരണമെന്ന് ചില ദിവസങ്ങളായിട്ട് ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു, ദൈവം എന്നെ അങ്ങ് തെള്ളുകയായിരുന്നു, തരാതെ എനിക്കൊരു സമാധാനമില്ല, കർത്താവിന്റെ ദാസം പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, തക്ക സമയത്ത് ദൈവം മറുപടി തരും. മൊർദെഖായിയെ ഓർത്ത ഒരു രാജാവുണ്ട്. മൊർദെഖായി രാജാവിന്റെ ജീവൻ രക്ഷിച്ച ചരിത്രം നമുക്കറിയാം. എന്നാൽ അതാ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ആരും മൈൻഡ് ചെയ്തില്ല. എന്നാൽ നാളുകൾക്ക് ശേഷം ആ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം രാജാവ് വായിച്ചപ്പോൾ, ആ വായിക്കുന്ന വ്യക്തി വായിച്ചു കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, നിർത്തിക്കേ, എന്നെ രക്ഷിച്ച മൊർദെഖായിക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പുസ്തകം അടച്ചു വെച്ചേ, അദ്ദേഹത്തെ വിളിക്കുക. ഏറ്റവും വലിയ മാന്യമായ ഒരു സ്വീകരണം, ഒരു ആദരവ് ദൈവം ആ രാജാവ് മൊർദെഖായിക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ കരയുന്ന ഏത് വ്യക്തിയെയും, ദൈവസന്നിധിയിൽ ദൈവത്തോട് വിശ്വാസത്തോടെ അപേക്ഷിക്കുന്ന ഏത് വ്യക്തിയെയും നിങ്ങളുടെ അപേക്ഷകൾ കർത്താവ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അപേക്ഷ തക്ക സമയത്ത് ദൈവം മറുപടി തരും. ഞാൻ എപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് വസ്തുതയുണ്ട്. ആ ദേശം മുഴുവനും, മിസ്രൈം ദേശം മുഴുവനും വലിയ ക്ഷാമം, എങ്ങും ഫുഡില്ല. ഇന്നുള്ളതുപോലെ ഹോട്ടലോ റെസ്റ്റോറന്റോ അല്ലെങ്കിൽ ഓൺലൈൻ പരിപാടി ഒന്നുമില്ല, ഫുഡില്ല. കെരീത്ത് തോട്ടിന്റെ കരയിൽ ദൈവത്തിന്റെ ദാസനെ ദൈവം ഇരുത്തിയിരിക്കുന്നു. നീ അവിടെ ഇരുന്നോണം, ഞാൻ ഭക്ഷണം കൊണ്ടുതരാം. അദ്ദേഹം സന്തോഷത്തോടെ ഇരുന്നു. കാരണം കർത്താവ് തരും എന്ന് പറഞ്ഞാൽ തരും. തക്ക സമയത്ത് കാക്ക ഭക്ഷണം കൊണ്ടുപോയി. ഞാനൊരു ഒരു 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 ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചു, മിസ്രൈമ്യ രാജാവിന്റെ പാണ്ഡികശാലയിൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം. അവിടെയുള്ള ആളുകൾക്ക് പൊതി കെട്ടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ്, ഇതെല്ലാം പൊതി കെട്ടി ഇങ്ങനെ അടുക്കി വെക്കും. കാക്ക അവിടെ ചെന്ന് ഒരു പൊതി കൊത്തി ഇവിടെ രാജാവിന്, ഏലിയാവിന് കൊണ്ട് കൊടുക്കും. എനിക്കറിയില്ല ശരിയാന്നോ, പക്ഷെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു ആ വസ്തുത. കാരണം അവിടെ ഉള്ളു ഫുഡ്, രാജകീയ ഫുഡ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏലിയാവിനേക്കാൾ വലിയവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അപേക്ഷകൾക്ക് അവൻ മറുപടി തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ്, നമ്മുടെ അപേക്ഷ ദൈവം കേൾക്കും. യോസഫിനെ ഓർത്തൊരു ദൈവമുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ, ശീലാസിനെ, പത്രോസിനെ, അവരൊക്കെ കാരാഗൃഹത്തിൽ കടന്നപ്പോൾ അവരെ ഓർത്തൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നമ്മയും ഓർക്കും. നാലാമത് ഞാനൊരു വസ്തുതയോടെ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് വരാം. ആരും നമുക്ക് തുണയില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ വരാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുന്ന, വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ എന്നും ഒറ്റയായിരിക്കും. അവർക്കാരും തുണയുണ്ടാകുകയില്ല, അവരൊറ്റയായിരിക്കും. ഞാൻ വായിച്ചിട്ടുണ്ട്, കേരളത്തിൽ സുവിശേഷവുമായിട്ട് കടന്നു വന്ന മിഷണറി വീരന്മാരുണ്ട്, സായിപ്പന്മാരുണ്ട്, മിഷണറിമാരുണ്ട്. അവരൊക്കെ ഒറ്റയായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നു. അവരെ ഉദ്ധരിക്കാനും നിന്ദിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസും 2 കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിൽ അവരൊറ്റയ്ക്ക് കർത്താവിന്റെ വേല ചെയ്തു. അവരെ കൊല്ലാനായിരുന്നു ആളുകൾക്ക് താല്പര്യം. പക്ഷേ
ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യോസഫ് തന്റെ സ്വന്തം സഹോദരന്മാർ ഒറ്റപ്പെട്ടു, അവരാൽ ഒറ്റപ്പെട്ട് നിന്ദിച്ച് പരിഹസിക്കപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നു. പക്ഷേ യോസഫിനെ ഓർത്ത ഒരു ദൈവമുണ്ടായിരുന്നു. ആ കാരാഗൃഹത്തിൽ കിടന്ന് ഓർക്കേണ്ടവൻ പോലും അവനെ ഓർക്കാതിരുന്നപ്പോൾ ദൈവം അവനെ ഓർത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു വസ്തുതയുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ കാൽവരിനാഥം മിനിസ്ട്രി ആരംഭിപ്പാനിടയായത്. ഖത്തറിലേക്കൊന്ന് പോകാൻ കടന്ന് ഭാഗ്യം ലഭിച്ചു. അവിടെ വെച്ച് പ്രിയ മാമുകുരി അച്ചാനെ, ഞങ്ങൾ റോയി ചാൻ എന്ന് വിളിക്കുന്ന അച്ചാനെ പരിചയപ്പെടുവാനും ആ സ്നേഹബന്ധം അനുഭവിപ്പാനും ഇടയായി. അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തു. അച്ചാൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മിനിസ്ട്രി നമുക്കൊന്ന് തുടങ്ങണം, സുവിശേഷം അറിയിപ്പാൻ. അച്ചാൻ അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ചില വരികളും ഒരു ചെറിയ സന്ദേശവും അയക്കാം. ആ സ്റ്റാർട്ടിംഗ് ആണ്, ആ പ്രാർത്ഥനയാണ് കാൽവരിനാഥം മിനിസ്ട്രി ഈ സ്ഥിതി വരെ കടന്നു വരുവാനിടയായത്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാനൊരു വസ്തുത പറയാം. എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി, എന്നെ ശാസിക്കുവാനും കാര്യങ്ങളെ മുൻകൂട്ടി പറയുവാനും അങ്ങോട്ട് സംസാരിപ്പാനും, പലപ്പോഴും അച്ചാന് ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പലപ്പോഴും രാത്രിയുടെ എത്രയോ മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഫോണിലൂടെ സംസാരിപ്പാൻ, എൻ്റെ മനസ്സിലെ വേദനകളും സംശയങ്ങളും ഭാരങ്ങളും ഒക്കെ തുറന്നു പറയുവാൻ, ഇങ്ങോട്ട് ആശ്വാസം തരാൻ കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആഴമേറിയ നിലയിൽ, ഒന്നിലധികം നിലയിൽ സമയത്ത് അദ്ദേഹം ആ കുടുംബം മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുവാനും അനുഭവിപ്പാനും ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം കാണുന്നുണ്ട്, നമ്മെ ദൈവം അറിയുന്നുണ്ട്. നമ്മൾ കരയുമ്പോൾ നമുക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഒറ്റയ്ക്കായെന്ന് തോന്നുന്ന നിമിഷത്തിൽ നമ്മുടെ അടുക്കലെത്തി കൈപിടിക്കുന്നൊരു ദൈവമുണ്ട്. ദാവീദ് രാജാവായിരുന്നു, പക്ഷെ 23-ാം സങ്കീർത്തനത്തിൽ എഴുതുകയാണ്, മരണനിഴൽ താഴ്വരയിലൂടെ കടന്നു പോയാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങൾ കാണുകയില്ല, മാതാപിതാക്കൾ കാണുകയില്ല, സ്നേഹിതർ കാണുകയില്ല, സഭ കാണുകയില്ല, സമൂഹം കാണുകയില്ല, പക്ഷേ കർത്താവ് യേശു ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ വേദഭാഗത്തിലും അതാണ് ചിന്തിച്ചത്. ഈ ഇസ്രായേലിനോട് അത് പറഞ്ഞപ്പോൾ അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 9-ാം വാക്യം, പുറപ്പാട് 6-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ മോശ ഇതെല്ലാം ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ, ഇസ്രായേലിന്റെ അനുഭവം നിങ്ങൾ നോക്കിയേ, എന്നാൽ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് ഇസ്രായേൽ കേട്ടില്ല. അവിടെ ഇസ്രായേല് കേട്ടില്ല, മോശ പറഞ്ഞ ഒന്നും കേട്ടില്ല. മോശ എന്തൊക്കെ പറഞ്ഞു? ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ രക്ഷിക്കും, നിനക്ക് അവകാശം തരും. മുകളിലേക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. മോശ കർത്താവ് പറഞ്ഞതെല്ലാം ഇസ്രായേലിനോട് പറഞ്ഞിട്ട് ഇസ്രായേൽ അത് മൈൻഡ് ചെയ്തില്ല. കാരണം കഠിനമായ അടിമവേല. മാത്രമല്ല അവിടെ വായിക്കുന്നത് മനോവ്യസനം. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മനോവ്യസനം കടന്നു വരും, മനസ്സ് തകർന്നു പോകുന്ന വേദനകൾ വരും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. നാം സ്നേഹിക്കുന്നവർ ഒരുപക്ഷെ നമുക്ക് വേണ്ടി നിന്നില്ല എന്ന് വരും. നമ്മെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് വരും. നമ്മെ സഹായിക്കാൻ ഒരു വ്യക്തി ഇല്ലാതെ വരും. നമുക്ക് തോളത്ത് തട്ടി സാരമില്ല സഹോദര സഹോദരി ഞാനുണ്ട്, അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പറയാൻ ആരുമില്ല എന്ന് വരും. പ്രാർത്ഥിക്കേണ്ടെന്നവർ പോലും പ്രാർത്ഥിക്കാതെ നിന്നൊന്നു വരും. അടുത്ത് നിൽക്കേണ്ടുന്നവർ പോലും നിൽക്കാതെ കടന്നു വന്നു വരാം. ആരുമില്ലാത്തൊരു സ്ഥിതിയിൽ ഏകാന്തമായി നിൽക്കേണ്ടി വരാം. അവിടെ മനോവ്യസനം വളരെ ശക്തമായിട്ട് വർദ്ധിച്ചു എന്ന് വരാം. സ്വാഭാവികം. മനസ്സ് തകർന്നു പോയെന്ന് വരാം. ഹാഗാറിനെ കുറിച്ച് വായിക്കുന്നു. ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ ഇട്ടിട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് മാറിയിരുന്ന് പറയാ, എനിക്ക് എന്റെ കുഞ്ഞിന്റെ മരണം കാണേണ്ട കർത്താവേ. അവൾ കരഞ്ഞു. ആലോചിക്കുക, അവൾ എത്രമാത്രം ആഴത്തിൽ വേദനയോടെയാണ് കരഞ്ഞത്. അവിടെ എന്റെ ദൈവം ഇറങ്ങി വന്നു. എൻ്റെ ജീവിതത്തിന്റെ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ വന്നു എന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നോട് സംസാരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഉത്തരം തന്നിട്ടുണ്ട്. എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നെ മുന്നറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചത് വചനത്തിലൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വഴി പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നു, ദീർഘദൂരമൊക്കെ വാഹനം ഓടിക്കുമ്പോൾ കണ്ണടഞ്ഞു പോകും. പലപ്പോഴും കണ്ണടഞ്ഞു പോകുമ്പോൾ വാഹനത്തിന് ഒരു കേടില്ലാതെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഞാൻ വാഹനങ്ങളിൽ പോകുമ്പോൾ അപകടം സംഭവിക്കാമായിരുന്നുവെങ്കിലും വിടുവിച്ചൊരു ദൈവമുണ്ട്. വയനാട്ടിലായിരുന്നപ്പോൾ അടിവാരത്ത് കർത്താവിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് കടന്നു എന്ന് തിരിച്ചു വരുമ്പോൾ ആ ചുരത്തിൽ വെച്ച്, ചുരം കയറി വരുന്ന സമയത്ത് താഴെ വലിയ കൊക്കയാണ്, വലത്തുവശത്ത് വലിയ പാറയാണ്. അവിടെ ടാറ് ഇളകി കിടക്കുകയാണ്. ഞാനവിടെ അടിച്ച് വലിയൊരു ആക്സിഡന്റ് അവിടെ സംഭവിച്ചു. എൻ്റെ ശരീരത്ത് വലിയ മുറിവുകൾ നേടി. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചു, വാഹനങ്ങളൊന്നും ആ സമയത്തില്ല. എൻ്റെ വാഹനം ചെന്നൊരു കല്ലിൽ തട്ടി നിന്നു, അല്ലായിരുന്നെങ്കിൽ വലിയൊരു കുഴിയിലേക്ക് പോകുമായിരുന്നു.
ഞാൻ അവിടെ ആ കിടന്നുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവം എന്നെ സംരക്ഷിച്ചു, ഇടത്തോട്ട് പോകാതെ ദൈവം എന്നെ വലത്തോട്ട് തെറിച്ചു വീഴാനിടയായല്ലോ, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മുറുകെ പിടിക്കുന്നൊരു ദൈവമുണ്ട്. സ്നേഹിത, ഇന്ന് രാത്രി ആ ദൈവത്തെ ഞാൻ നിങ്ങളും തിരിച്ചറിയണം. ലോകം കൂടെ നിൽക്കുമെന്ന് കരുതി ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകാൻ ഇടയാകരുത്. സ്നേഹിതരും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതി കർത്താവിന്റെ വേല ചെയ്യരുത്. മറിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് കരുതി നിൽക്കണം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരുപക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളോട് കള്ളം പറയുന്നവരുണ്ടാകാം, നാം ചോദിക്കുമ്പോൾ കള്ളം പറയുന്നവരുണ്ടാകാം, നമ്മെ വഴിതെറ്റിച്ചു വിടുന്നവരുണ്ടാകാം, നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരു സഹായം ചോദിക്കുമ്പോൾ ചെയ്യാത്ത ആളുകളുണ്ടാകാം. ഈ ലോകം അങ്ങനെയാണ്. നമ്മെ നശിപ്പിക്കാൻ നോക്കുന്നവരുണ്ടാകാം, മാനസികമായി ശാരീരികമായി. എന്നാൽ അപ്പോഴൊക്കെ പ്രതികാരം ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടും ഇന്ന് കുഞ്ഞുങ്ങളോടും പറയുന്നൊരു വസ്തുതയുണ്ട്, ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പോകരുത്. മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ തോന്നാം, ദൈവത്തോട് ക്ഷമ പറയുക, അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരോട്, എന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നവരോട്, ചതിക്കുന്നവരോട്, ഒരുപക്ഷെ വഞ്ചിക്കുന്നവരോട് ദൈവം ഇടപെടണം. ഞാൻ അവിടെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പ്രതികാരം ചെയ്യാതെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവരോട് ഇടപെടും. അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം അവർക്ക് കൊടുക്കേണ്ടുന്ന ബോധവും ദൈവം അവർക്ക് കൊടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രതികരിക്കുവാൻ നമുക്കിടയാകരുത്. എടുത്തു ചാടി എന്തെങ്കിലും പറയാനിടയാകരുത്. സഹിപ്പാൻ ദൈവകൃപ വേണം. 2 കാര്യങ്ങൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ വേണം. 1 ദൈവകൃപ, 2 കണ്ണുനീര്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്ന 2 കാര്യം. ദൈവമേ, നിന്റെ കൃപ എനിക്ക് വേണം. ഇനി അധിക സമയം നമ്മുടെ മുമ്പിൽ അവസാനിപ്പിക്കാൻ സമയമായി. ദൈവമേ, നിന്റെ കൃപ എനിക്ക് വേണം. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ, മകളാണ്, നിങ്ങൾക്കറിയാം, പ്രിയ അക്സാമോൾ. ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സന്തോഷവും ഒരു വലിയ സമാധാനവും ഉണ്ടാകും. എനിക്ക് എൻ്റെ അമ്മയുണ്ട്, അമ്മയ്ക്കറിയാം ആ കാര്യങ്ങളൊക്കെ. ഏതാണ്ട് രാത്രി 11 മണിയായപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് അങ്ങേയറ്റം പോയാൽ 1 മണിക്കൂറൂടെ ആയുസുള്ളൂ. എൻ്റെ ഷോക്ക് അടിച്ചെന്ന് പോലെ ചിന്തയുണ്ടായി. കാരണം ചില ദിവസങ്ങളായി ഉറങ്ങിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സമയം. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അതൊരുമാതിരി വല്ലാത്ത പ്രശ്നമാണ്. ഡെലിവറി ടൈമിൽ ഫ്ലൂയിഡ് ശരീരത്തിനകത്തെല്ലാം കടന്നുപോയി. ബ്ലഡ് പോകേണ്ടടുത്തും ശ്വാസം പോകേണ്ടടുത്തെല്ലാം ഫ്ലൂയിഡ് കയറി ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ശ്വാസം മുട്ടൽ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അന്ന് ഡോക്ടർ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കേരളത്തിലോ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, തിരുവനന്തപുരത്ത് SIT ഹോസ്പിറ്റലിൽ എത്രയും വേഗം ഒന്ന് ചെല്ലുക. ഞാൻ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവ കൃപ വേണം, കണ്ണുനീര് വേണം. ദൈവമക്കളെ, ഇത് 2 നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മഹാത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അന്ന് രാത്രി എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. എന്നോട് പറഞ്ഞു ഒരു വസ്തുതയും ഡോക്ടർ പറഞ്ഞു, സ്ത്രീകളെ ആരെയും കൊണ്ടുപോകരുത്. കാരണം ഈ കുഞ്ഞ് അങ്ങ് എത്തത്തില്ലെന്ന് ഡോക്ടറിനറിയാം. സ്ത്രീകളെ കൊണ്ടുപോകരുത്. പോയാൽ പകുതി അവർ കടന്ന് അലച്ചു കൂവി കരഞ്ഞാകെ വിഷയമാകും. അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുപോകണ്ട, താങ്കൾ തന്നെ പോയാൽ മതി. കാരണം എത്തുകയില്ലെന്ന് അവർക്കറിയാം. ഒരു മെയിൽ നേഴ്സിനെ എനിക്ക് വിട്ടു തന്നു. പെട്ടെന്ന് ഓക്സിജൻ ഒരുക്കി, ആംബുലൻസ് ഒരുക്കി. അപ്പോഴത്തേന് 1/2 മണിക്കൂർ പോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, 1/2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് ചെല്ലാൻ കഴിയുമോ? എനിക്കറിയില്ല. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ആ ഡ്രൈവറോട് പറഞ്ഞു, സാർ, ഈ വണ്ടിക്ക് എത്ര സ്പീഡുണ്ടോ അത്രയും സ്പീഡിൽ പോകണം. ഒരു ഒമിനിയുടെ വണ്ടി, വലിയ കോരിച്ചൊരിയുന്ന മഴ, അതിശക്തമായ മഴ. ഞാനും ഡ്രൈവറും ഇരുന്ന് ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൽ നേഴ്സ് എൻ്റെ കുഞ്ഞിനെ അമ്മ മാറോട് ചേർത്ത് പിടിച്ച് എൻ്റെ വണ്ടിയുടെ ബാക്കിലുണ്ട്. വളരെ ശക്തമായിട്ട് പോകുന്നു. എവിടോ NH കൂടെ പോകുമ്പോൾ വലിയ മഴയാണ്. പറന്നു ചെല്ലുമ്പോൾ ഡ്രൈവർ എന്നോട് ഒരു വസ്തുത പറഞ്ഞു, മുമ്പിലൊരു ടാങ്കറാണ് പോകുന്നത്, നമ്മുടെ വണ്ടിക്ക് കൺട്രോൾ കിട്ടുന്നില്ല, അത്ര സ്പീഡായി പോയി, മിക്കവാറും ഇടിക്കും, എന്തോ ചെയ്യുന്നത്, ചാടാൻ പറ്റുമെങ്കിൽ ചാടാമോ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞു പുറയിലുണ്ട്. റോഡിന്റെ ഡീവിയേഷനായിട്ട് നടുക്ക് അല്പം സിമെന്റ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുകയില്ല, ഇടത്തോട്ട് കിടക്കാൻ പറ്റുകയില്ല. വണ്ടി റോഡിന്റെ നടുവിൽ ചെറിയ കയറ്റമാണ്, വളരെ സ്പീഡ് കുറഞ്ഞു, നമ്മൾ പറന്നു പോവുകയാണ്, നമ്മൾ ഇടിക്കും. നിമിഷ നേരം കൊണ്ട് വണ്ടി പറന്നു ചെല്ലുകയാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടെ തീർന്നു, അവിടെ ഫിനിഷ്. ആ വണ്ടി അത്ര സ്പീഡിൽ ചെന്നിടിച്ചാൽ പിന്നെ ആ വണ്ടി ഉണ്ടാകില്ല, കാരണം അത്ര സ്പീഡിലാണ് പോകുന്നത്. എന്നാൽ ഞാൻ അവിടെ കണ്ണുകൾ അടച്ചു. ദൈവമേ, ഞാൻ ആ മുമ്പിലത്തെ ബോണറ്റെ പിടിച്ചിട്ട് പറഞ്ഞു, ഉറക്കെ തന്നെ പറഞ്ഞു, കർത്താവേ, ഈ വാഹനത്തെ നീ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വണ്ടി നന്നായിട്ടൊന്ന് കുലുങ്ങി. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ വണ്ടി അപ്പുറത്തെ റോഡിൽ കൂടെ പോകുന്നു. ഉടനെ ഡ്രൈവർ എന്നോട് ചോദിച്ചു, ഈ സ്റ്റീറിങ് താങ്കൾ പിടിച്ച് തിരിച്ചോ? ഞാൻ പറഞ്ഞില്ല.
പിന്നെ ഈ വണ്ടി എങ്ങനെ അപ്പുറത്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അടുത്ത ആ ഡ്രൈവർ എന്നോട് ചോദിച്ചു, നമ്മൾ എന്തോ ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ്. അദ്ദേഹം മറുപടി പറഞ്ഞത്, ചുമ്മാതല്ല, നിങ്ങളുടെ ദൈവം പ്രവർത്തിച്ചതാ. ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ദൈവം പ്രവർത്തിച്ചതാ. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, നമ്മുടെ കണ്ണുനീരിന് മുമ്പിൽ കർത്താവ് അത്ഭുതം ചെയ്യും. തീരാനാണെങ്കിൽ അവിടെ തീരണമായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. ചില നാളുകൾ, ചില ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്തായിന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന്റെ ശരീരം അത്രയും സൂചി കുത്തി വെച്ചിരിക്കുക. അങ്ങനെ കുത്തിയെടുക്കാനേ പറ്റുകയുള്ളൂ. സൗഖ്യം പ്രാപിച്ചു, ആരോഗ്യം പ്രാപിച്ചു. ആ കുഞ്ഞിനെ തിരികെ തരുമ്പോൾ ഡോക്ടർ എന്നോടൊരു വസ്തുത പറഞ്ഞു, എന്നോട് മാത്രമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി, ഇറ്റ്സ് എ മിറക്കിൾ, ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ പാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു 2 വർഷം കഴിയുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ ശരീരത്തിന് ഉണ്ടാകും. കാരണം അതുപോലെ ശരീരത്ത് ഞങ്ങൾ വർക്ക് ചെയ്തതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ അന്നു മുതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ആ വരുന്ന വഴിയിലെ അത്ഭുതവും അയാളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോളൂ, ഒന്നും സംഭവിക്കില്ല. ഞാൻ വിശ്വസിച്ചു, ദൈവമേ നീ പ്രവർത്തിക്കണം, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. അങ്ങനോട് ഒരു വസ്തുത പറഞ്ഞു, സംസാരശേഷി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. തൊണ്ടയുടെ പ്രവർത്തനം, കാരണം എല്ലാ ട്യൂബുകളും തൊണ്ടയിലൂടെയാണ് ഇട്ടത്, അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ട് വരാം. എന്നാൽ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട് 10-17 വർഷം അവൾ ജീവിപ്പാനിടയായി. ഇന്ന് കർത്താവിന് വേണ്ടി അവൾ പാടുമ്പോൾ ആ ഓരോ പാട്ടും കേട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അന്ന് വൈകല്യം വരുമെന്ന് സമൂഹം പറഞ്ഞപ്പോൾ, വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ, എൻ്റെ ദൈവം അത് മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ ബലത്തോടെ അവൾക്ക് ഇന്ന് കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുമെങ്കിൽ, ഞാൻ ഒരു വസ്തുത പറയാം, ദൈവകൃപ വേണം നമുക്ക്. അനുഭവങ്ങൾ സഹിക്കുവാൻ, നേരിടുവാൻ, കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ. രണ്ടാമത്, കരയുവാൻ നമുക്ക് കണ്ണുനീര് വേണം. ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ സ്നേഹിത മനസ്സുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ അനുഭവങ്ങൾ ഇനി ധാരാളമുണ്ട്, സമയമില്ല, മറ്റു സന്ദർഭങ്ങളിൽ വീണ്ടും നമുക്ക് കേൾക്കാം. 2 കാര്യങ്ങൾ: ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക, കണ്ണുനീര് തരാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം തന്നാലും തന്നില്ലേലും ദൈവസന്നിധിയിൽ കരയണം. നമുക്കറിയാം, കരഞ്ഞ ആരെയും ദൈവം അനാഥനായി വിട്ടിട്ടില്ല. വചനത്തിൽ പറയുന്നു, അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. ഒരു കാക്ക കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന ദൈവമുണ്ടെങ്കിൽ, തൻ്റെ മക്കൾ കരഞ്ഞാൽ ദൈവം വെറുതെ വിടുകയല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സാക്ഷ്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക, കാൽവറിനാഥൻ മിനിസ്ട്രിയിലൂടെ അനേക വ്യക്തികളോട് ലോകമെങ്ങുമുള്ള സുവിശേഷം അറിയിപ്പാൻ, പല മേഖലകളിൽ ഏതാണ്ട് 4-5 ഭാഷകളിൽ സുവിശേഷം അയക്കുവാനൊക്കെ ഇടയാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. മാത്രമല്ല, രാത്രിയുള്ള സമയങ്ങളിൽ സമയം കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ കരയാൻ കഴിയുന്നത്, പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, അതാണ് ഞങ്ങളുടെ വിജയം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കുടുംബമുണ്ട്, ഭാര്യ 2 കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം തുടർന്നും ഈ മിനിസ്ട്രിയെയും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കടന്നു വന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രിയ കർത്തദാസിന്റെ സാക്ഷ്യം ആദ്യമായിട്ടാണ് നാം കേൾക്കുന്നത്. നാം കേട്ടത് ഒരു അംശം മാത്രമേ ഉള്ളൂ. ഡെയിലി ഞങ്ങൾ സംസാരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി എത്രയോ എപ്പിസോഡിൽ പറയാനുള്ള സാക്ഷ്യങ്ങൾ ബാക്കിയുണ്ട്. ദൈവം അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ കൂടി പ്രിയ കർത്തദാസിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. പ്രിയ കർത്തദാസനെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എത്രയോ അതിശയമായ രീതിയിൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരു വഴി അടയുമ്പോൾ 10 വഴി തുറക്കുന്നവനാണ് ആ ഇസ്രായേലിന്റെ ദൈവം. ചെങ്കടലിനെ 2 പിളർന്ന് അതിൽ കൂടി ഇസ്രായേലിനെ നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവമാണ് പ്രിയ കർത്തദാസനെയും തന്റെ കുടുംബത്തെയും വിജയകരമായിട്ടുള്ള ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രിയ സന്തോഷ്, ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. തുടർന്നും കർത്തദാസന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല 2-3 ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുത്തി ഗാനങ്ങൾ ആലപിച്ച തോബിയാസിനോടും അതുപോലെ സഹോദരി വിസയോടും കാൽവരിനാഥ മിനിസ്ട്രിയുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ ഇതുപോലുള്ള സാക്ഷ്യങ്ങളും
എല്ലാം കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും തുടർന്ന് മിനിസ്ട്രിയിൽ ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അറ്റ്ലാന്റയിലുള്ള തോമസ് ഇബ്രാഹിം അച്ചാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഈ ദിവസത്തിനായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. കാൽവറി നാദം എന്ന ഈ ശുശ്രൂഷകളിലൂടെ കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പിമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരന്മാരായ സന്തോഷിനെയും റോയിയെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപകളും വരുന്ന ദിവസങ്ങളിലും അവർക്ക് നൽകിക്കൊടുത്തവരെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവ വചനത്തിൽ നിന്നും അതുപോലെ അതിനു മുമ്പായിട്ട് പാട്ടുകളിൽ കൂടിയും ഞങ്ങളെ കർത്താവിനോട് അടുപ്പിക്കുവാനും ചിന്തിക്കുവാനും സഹായിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രദർ ഉണ്ണി തോബിയാസിനും അതുപോലെ സിസ്റ്റർ ലിസ ബിജുവിനു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം എനിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അവര് സംഗീതങ്ങളിലൂടെ സ്തോത്രഗീതങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം വരുന്ന നാളുകളിലും കർത്താവെ അത് അനുഗ്രഹമായിട്ട് നിന്റെ നാം മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ സന്തോഷ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപ കഴിഞ്ഞ നാളുകളിൽ നൽകിക്കൊടുത്ത് നീ അത്ഭുതകരമായി നടത്തുന്ന നിന്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ സാക്ഷ്യം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നു. കർത്താവ് നടത്തുന്ന അത്ഭുതമായ വിധത്തെക്കുറിച്ച് കേട്ട് കർത്താവെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിന്റെ ദാസന് ആരംഭത്തിലെ മലബാർ പ്രദേശത്ത് കർത്താവെ നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. കർത്താവ് വേണ്ട കൃപ നൽകി അവനെ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കൂടി കടന്നുപോയപ്പോൾ കർത്താവിന്റെ ധാരാളമായ കൃപ നൽകി അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവചനത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ അത് അന്യർത്ഥമായി തീർന്നു എന്ന് വിവരിക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസന് കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു, ഫറവോനോട് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് നീ കാണും, എൻ്റെ ശക്തിയുള്ള കൈ കണ്ടിട്ട് ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, നിന്റെ ശക്തിയുള്ള കൈ, നിന്റെ ശക്തിയുള്ള ഭുജം, അതെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഞങ്ങൾക്ക് എല്ലാമായിരിക്കുന്നു. ഞങ്ങളുടെ ശക്തിയും ബലവും ഞങ്ങളുടെ സഹായവും ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ ഭുജമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, നീ ഞങ്ങൾക്ക് എല്ലാ കാലത്തും സഹായകനായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവെ, നിന്റെ ദാസനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടും ബോധത്തോടും കൂടി ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം നീ അവനെ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവന് കൊടുത്തിരിക്കുന്ന തുണയായി നൽകിയ ഭാര്യയും ആ സുവിശേഷ വേലയിൽ പോരാടുവാൻ തക്കവണ്ണം കൊടുത്തിരിക്കുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ മക്കളുടെ മേൽ എപ്പോഴും വെച്ചിരിക്കുന്നു. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ബാലശിക്ഷകൾ നൽകി കർത്താവ് അവരെ നടത്തുന്ന കരുണയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വയനാട്ടില് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടു. കർത്താവെ, നീ അത്ഭുതകരമായി അവിടുന്ന് നടത്തുന്ന നിന്റെ കരുണയെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആവശ്യവേളകളിൽ കർത്താവ് സഹായിക്കുന്ന ദൈവമായി, മനോവ്യസനങ്ങളിൽ, കഷ്ടങ്ങളിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നിന്റെ ദാസനും കുടുംബത്തിനും കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ദൈവകൃപ അനുഭവിച്ച്
ജീവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരണകരമായ അപകടങ്ങളിൽ നിന്നൊക്കെ കർത്താവ് രക്ഷിച്ചു. ഇന്നും കൃപയുടെ തണലിൽ അവിടുന്ന് സൂക്ഷിച്ചു വരുന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവകൃപ അനുഭവിക്കുന്ന ആ സന്തോഷ് ബ്രദറിനെയും കുടുംബത്തെയും അവൻ പറഞ്ഞ സാക്ഷ്യത്തെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന നാളുകളിൽ കർത്താവെ തുടർന്ന് ആവശ്യമായ കൃപ നൽകി ദൈവ വേലയിൽ തുടർന്നു വരുവാൻ കർത്താവിന്റെ ദാസനായി ശോഭിക്കുവാൻ കർത്താവ് വരുന്ന നാളുകളിൽ അധികമായിട്ട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാൽവറി നാദത്തോടുള്ള ബന്ധത്തിൽ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ തുടർന്നും പ്രവർത്തിപ്പാൻ കർത്താവിന്റെ മക്കൾക്ക് വേണ്ട കൃപ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് സംബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ദൈവകൃപ വരുന്ന നാളുകളിൽ അധികമായിട്ട് നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ സംബന്ധിക്കുകയും കർത്താവെ അതിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. തുടർന്ന് അനേകരും ഇത് കേൾക്കുവാനും കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടിയെല്ലാം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ നന്മയ്ക്കായിട്ട് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വേഗം വരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകാൽ സാക്ഷ്യം പറഞ്ഞ നിന്റെ മകനായ സന്തോഷ് മാത്യുവിനോടുകൂടിയും കുടുംബത്തോടു കൂടിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.